മരണസംഖ്യ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അത് ഉയരും. കാരണം വിമാനത്തിനകത്ത് 242 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളൊഴികെ 241 പേരും മരിച്ചു എന്നത് തന്നെയാണ് നമ്മൾ സ്ഥിരീകരിച്ച് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ആ കാര്യം സ്ഥിരീകരിച്ച് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഇനി ആരുടെയെങ്കിലും മൃതദേഹം ഒന്നും തന്നെ കണ്ടെടുക്കാനില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ദൗത്യം പൂർത്തിയായത്. പിന്നെയാണ് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ എത്ര പേരുണ്ട്, എത്ര മൃതദേഹങ്ങളുണ്ട്, എത്ര പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്ന വിവരങ്ങൾ തേടുന്നത്. അപ്പോഴാണ് മരണസംഖ്യ 260 കടന്നു എന്നുള്ള വിവരം വരുന്നത്. അത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത് വലുത് തന്നെയാണ്, അത് പിന്നെയും വലുതാവുന്നു എന്നതാണ് ഈ മരണസംഖ്യ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യം കണ്ട ഈ മരണസംഖ്യ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി, രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമായി മാറുന്നു. 96-ൽ 350-ലേറെ പേർ മരിച്ച വിമാന ദുരന്തത്തിന് ശേഷം ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ മരണസംഖ്യകളുടെ എണ്ണം കൊണ്ട് വലിയ ദുരന്തമായി ഈ അഹമ്മദാബാദിലെ ദുരന്തം മാറുന്നു. 1988-ൽ അഹമ്മദാബാദിലേക്ക് വന്ന മുംബൈയിൽ നിന്ന് വന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം അന്നിവിടെ ലാൻഡിങ്ങിനിടെയാണ് തകർന്നു വീണത്. അന്ന് 133 പേർ മരിച്ചു എന്നതാണ് കണക്ക്. 2 പേർക്ക് മാത്രമാണ് അന്ന് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞത്. ബാക്കി എല്ലാവരും മരിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇത്തരമൊരു ദുരന്തം ഇവിടെ സംഭവിക്കുമ്പോൾ ആ മരണസംഖ്യ 260 കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ദുരന്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. 241 പേർ വിമാനത്തിനുള്ളിൽ ആയിരുന്നെങ്കിൽ ശേഷിച്ച ആളുകൾ ഈ തകർന്നു കിടക്കുന്ന ദുരന്ത ഭൂമിയിലെ ഈ ഹോസ്റ്റലുകളിൽ താമസിച്ച ഡോക്ടർമാർ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നേരത്തെ 5 ഡോക്ടർമാർ മരിച്ചു എന്നതാണ് നമുക്ക് പ്രാദേശികമായി ഇവിടെ നിന്ന് ലഭിച്ച വിവരമെങ്കിൽ അതാവില്ല, അതിലുമേറെ പേർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഡോക്ടർമാർ മാത്രമാവില്ല, ഇവിടെ ഉള്ള ജീവനക്കാരും ഈ അപകടത്തിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമുക്ക് നേരിട്ട് ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ ഒരു വലിയൊരു യുദ്ധഭൂമിയിൽ വലിയ സ്ഫോടനം നടന്ന് വലിയൊരു ബോംബ് പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ ഉണ്ടാകും, ആ തരത്തിലാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. വിമാനം നേരിട്ട് പതിക്കാത്ത കെട്ടിടങ്ങൾ പോലും, വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നേരിട്ട് തൊടാത്ത ഭാഗങ്ങൾ പോലും, കെട്ടിടങ്ങൾ പോലും നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ, വലിയ സ്ഫോടനം നടന്നതിൻ്റെ സൂചനകൾ അവിടെ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം അത്രയേറെ വലുതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് മരണസംഖ്യ ഉയരുമ്പോൾ ഈ കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യരാണ് ആ അപകടത്തിൽപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ 241 പേർ വിമാനത്തിനുള്ളിലും ശേഷിച്ച ആളുകൾ ഈ ഹോസ്റ്റലിലും പരിസരത്തും ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊരു ജനനിബിഡമായ തൊട്ടടുത്ത് വീടുകളുള്ള ഒരിടമല്ല. ഇവിടെ ഈ ഹോസ്റ്റൽ കെട്ടിടം തൊട്ടടുത്ത് ഓപ്പോസിറ്റ് നേരെ എതിർവശത്ത് ICMR-ൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ICMR-ൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ഡോക്ടർമാരുടെ ഹോസ്റ്റലുകളും പിന്നെ ഈ വിമാനത്താവളത്തിനും ഹോസ്റ്റലിനും ഇടയിൽ ഒരു ഗ്രൗണ്ടാണ് ഉള്ളത്, ഒരു ഒഴിഞ്ഞ മേഖലയാണ് ഉള്ളത്. ആ തരത്തിലാണ് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം. അതുകൊണ്ട് മുംബൈയിലും മറ്റും കാണുന്ന തരത്തിൽ വിമാനത്താവളത്തിന് ചുറ്റും തൊട്ടടുത്തും നിരവധി വീടുകളുള്ള തരത്തിലല്ല ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം. അതുകൊണ്ടാണ് മരണസംഖ്യ ഇത്ര അധികം ഉയർന്നെങ്കിലും അത് ഇതിലും അധികം പോവാതെ തടഞ്ഞു നിന്നത് ഒരുപക്ഷെ ഈ ഒരു ഭൂമിശാസ്ത്രപരമായ ഇവിടുത്തെ ഈ കെട്ടിടങ്ങളുടെ നിർമ്മിതി കൊണ്ടും ഒക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും മരണസംഖ്യ വിമാനത്തിന് ഉള്ളിലുള്ള ആളുകളെക്കാൾ കൂടുതൽ മരണസംഖ്യ പോയിരിക്കുന്നു എന്നത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ടെത്തും. അദ്ദേഹം ഇവിടെ എത്തി സന്ദർശനം നടത്തി ഇവിടുത്തെ ദുരന്ത ഭൂമിയിലൂടെ നടക്കും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ വലിയൊരു ബന്ദോബസ്ത്. നേരത്തെ NDRF-ൻ്റെയും ആർമിയുടെയും BSF-ൻ്റെയും ഒക്കെ സേനാ വിഭാഗങ്ങളാണ് അതിവേഗം ഇവിടെ കുതിച്ചെത്തി. NDRF-ൻ്റെ 3 സംഘങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. താൽക്കാലിക ആശുപത്രി അടക്കം സജ്ജമാക്കാനുള്ള സംവിധാനത്തോടെയാണ് ആർമി എത്തിയിരുന്നത്. അങ്ങനെ അവരുടെ നേതൃത്വത്തിലൊരു തെരച്ചിൽ ഇവിടെ അതിവേഗം നടന്നു. വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ചിലരെയെങ്കിലും പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. നിരവധി JCB-കളും ഫയർ എഞ്ചിനുകളും മറ്റും ഇവിടേക്ക് അതിവേഗം കുതിച്ചെത്തി രക്ഷാദൗത്യം നടത്തിയതാണ്. ഏതായാലും ഇപ്പോൾ ആ തരത്തിലൊരു രക്ഷാദൗത്യം ഇവിടെയില്ല. അത് ഇവിടെ ആരെങ്കിലും ജീവനോടെയോ പരിക്കുകളോടെയോ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഏതായാലും ഈ ഘട്ടത്തിലില്ല. അങ്ങനെ ഒരു സാധ്യത ഇവിടെ തീരെയില്ല എന്നത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് നേരത്തെ ആശുപത്രിയിലെത്തി രോഗികളെയൊക്കെ പരിക്കേറ്റ ആളുകളെ നേരിട്ട് കണ്ടതിന് ശേഷം ഒരു ഉന്നതതല യോഗം നടത്തിയതിന് ശേഷം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് ഇവിടെ ഇനി ഏതെങ്കിലും തരത്തിലൊരു ദൗത്യമില്ല, അവശിഷ്ടങ്ങൾ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പുരോഗമിക്കേണ്ടത്. ഗോകുൽ. ശ്രീനാഥ്, ഈ ആശുപത്രികളിൽ വിദ്യാർത്ഥികൾ തന്നെ, ആ മെഡിക്കൽ കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ ഏതാണ്ട് 40-ലധികം പേർ ഡോക്ടേഴ്സ്
റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കാം, അവർ അവിടെ ചികിത്സയിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചികിത്സയിലുള്ള പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ചും ഈ ഡെത്ത് ടോൾ, ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരുമ്പോൾ കൂടുതൽ ആശങ്ക തോന്നുന്നുണ്ട്. എന്താണ് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഗൂഗിൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി എത്ര പേർക്ക് ഏത് തരത്തിലുള്ള പരിക്ക് എന്നത് വ്യക്തമല്ല. പക്ഷേ ആശുപത്രിയുമായി ബന്ധപ്പെടുമ്പോൾ പലരുടെയും നില ഗുരുതരമാണ് എന്ന് വൈകിട്ട് തന്നെ നമ്മളെ അറിയിച്ചതാണ്. അതുകൊണ്ടാവും മരണസംഖ്യ അവർ പറഞ്ഞത് കണക്കെ അതിങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. നേരത്തെ ഈ അപകടത്തിൽപ്പെട്ടവരിൽ ആരെങ്കിലും ജീവനോടെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. കാരണം പരിക്കേറ്റ ചിലരെങ്കിലും ആശുപത്രിയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പരിക്കേറ്റ ആശുപത്രിയിലേക്ക് പോയവരിൽ ആരും തന്നെ വിമാനത്തിലുള്ളവരായിരുന്നില്ല. കാരണം വിമാനത്തിലുള്ളതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരുടെയും ജീവൻ നഷ്ടമായി. ശേഷിച്ച പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് അത്രയും ഇവിടെയുള്ള റെസിഡന്റ് ഡോക്ടർമാരും മറ്റുമാണ്. അതിൽ തന്നെ ചിലരുടെ നില കുറച്ച് ഗുരുതരമാണ്. കാര്യമായ പൊള്ളലേറ്റ ആളുകളാണ് ഉള്ളത്. അവരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഗൗരവമുള്ള ചികിത്സ സിവിൽ ആശുപത്രിയിൽ വെച്ച് നൽകുന്നത്. സിവിൽ ആശുപത്രി അഹമ്മദാബാദിലെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. ഇവിടെ ഏറ്റവും കാര്യമായ ചികിത്സ കിട്ടുന്ന ഒരിടമാണ് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രി. ഇതോട് ചേർന്നുകൊണ്ട് തന്നെയാണ് BJ മെഡിക്കൽ കോളേജും പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള റെസിഡന്റ് ഡോക്ടർമാരാണ് ഈ കെട്ടിടങ്ങളിൽ, ഇവിടെ 6 or 7 കെട്ടിടങ്ങളെങ്കിലും കാണാം, 6 നിലയും മറ്റുമുള്ള കെട്ടിടങ്ങളാണ് ഈ കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നത്. അവരുടെ മെസ്സും മറ്റും പ്രവർത്തിച്ചിരുന്ന ഒരിടത്തേക്കാണ് ആദ്യം വിമാനം വന്ന് പതിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു മെസ്സിനകത്ത് ആകെ പാത്രങ്ങളും മറ്റും ചിന്നിച്ചിതറി കിടക്കുന്നത്, സ്ഫോടനം കൊണ്ടുണ്ടായ ഒരു തീപിടുത്തം, അതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ തന്നെ നമ്മൾ ആ തരത്തിൽ കണ്ടതാണ്. അങ്ങനെ ഒരു വലിയ ഉഗ്ര സ്ഫോടനം ഇവിടെ നടന്നിരിക്കുന്നു. നേരിട്ട് വിമാനം പതിക്കാത്ത കെട്ടിടങ്ങളിൽ പോലും അതിൻ്റെ ഒരു ആഘാതം നമുക്ക് കാണാൻ കഴിയുമ്പോൾ എത്രത്തോളം വലിയ ഒരു സ്ഫോടനമാണ് ആ സമയത്ത് ഉണ്ടായത് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഈ ക്യാമ്പസിനകത്ത്, ഇതൊരു ക്യാമ്പസാണ്, വലിയ മതിൽക്കെട്ടും ഗേറ്റും ഒക്കെ ഉണ്ട്. അതിനകത്താണ് ഈ കെട്ടിടങ്ങൾ ഒന്നൊന്നായി പണിതിട്ടുള്ളത്. അവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളിലും എന്തെങ്കിലും തരത്തിലൊരു നാശനഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. വിമാനം കത്തി അമർന്ന മേഖലയിൽ ആ ഭാഗത്തേക്ക് ഉള്ള കെട്ടിടങ്ങളിലൊക്കെ ഒരു ഭാഗം ആകെ കത്തിപ്പോയ കണക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നത്. ആ തരത്തിൽ ഒരു ഉഗ്ര സ്ഫോടനം നടന്ന, ഒരു മഹാദുരന്തം നടന്ന ഒരു മേഖലയാണ് ഇത്. ഇവിടേക്കാണ് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി അടക്കം നാളെ വരേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ 8 മണിയോടെ എത്തുമെന്നതാണ്. പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ തയ്യാറെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോഴാണ് 8 മണിയോടെ പ്രധാനമന്ത്രി എത്തും എന്ന് അവർ പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് കൃത്യസമയം ഇപ്പോൾ ലഭിച്ചിട്ടില്ല. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അഹമ്മദാബാദിൽ തന്നെ എത്തുകയും അവിടെ അവർ ഉന്നതതല യോഗം ചേരുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ അതീവ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ എടുത്തിട്ടുണ്ട്. രക്ഷാദൗത്യത്തിന് വേഗത്തിൽ തന്നെ NDRFനെയും സേനയെയും BSFനെയും ഒക്കെ തന്നെ അയച്ചത് അതിൻ്റെ ഭാഗമായാണ്. മാത്രമല്ല എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ സംഭവം, ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പ്രഖ്യാപിച്ചു. അവരുടെ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്.